ഓക്കെ, ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് സോഹോയുടെ ബിഗിൻ CRMൻ്റെ മൊബൈൽ ആപ്പാണ്. ഓക്കെ, ഇതാണ് നമ്മൾ മൊബൈൽ ആപ്പ് വരുന്നത്. നമ്മളത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഡാഷ്ബോർഡ് എന്നുള്ള സെക്ഷനാണ്. നമുക്ക് ബോട്ടത്തിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ കറൻറ്റ്ലി ഉള്ളത് ഡാഷ്ബോർഡ് എന്നുള്ള മോഡ്യൂളിലാണ്. ഇവിടെ നമുക്ക് ഓവറോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ഡാറ്റാസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഓവർവ്യൂ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ CRMലുള്ള ടാസ്ക്സും അതേപോലെ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഓവറോൾ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ മന്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുള്ള ടാസ്ക്സ് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ള കോൾസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേജസിലുള്ള പൈപ്പ് ലൈൻസ്, അതായത് നമുക്ക് എത്ര ന്യൂ ലീഡ്സ് വന്നിട്ടുണ്ട് അങ്ങനത്തെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. റിപ്പോർട്ട്സ് ഡാഷ്ബോർഡ്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. സെയിം അതേപോലെ നമുക്ക് എത്ര റവന്യൂ ഈ മന്ത് വന്നിട്ടുണ്ട് എന്നുള്ള ഡാറ്റാസ് എല്ലാം നമുക്ക് ഈസിലി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഓവർവ്യൂ, ഈ ഡാഷ്ബോർഡിൻ്റെ ഒരു സെക്ഷൻ നമുക്ക് മെയിൻലി റിപ്പോർട്ട്സും അതേപോലെ ഡാറ്റാസും കാര്യങ്ങളെല്ലാം കാണുന്ന ഒരു സെക്ഷനാണ്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഡാഷ്ബോർഡ്സ് ഉണ്ട്. നമുക്ക് ഫുള്ളി ഓവർവ്യൂ ഉള്ള ഡാഷ്ബോർഡ്സും വരുന്നുണ്ട്. നമുക്ക് പൈപ്പ് ലൈൻ വെച്ചിട്ടുള്ള ഡാഷ്ബോർഡ്സ് വരുന്നുണ്ട്. നമുക്ക് ടാസ്ക് ബേസ്ഡ് ആയിട്ടുള്ള ഡാഷ്ബോർഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡാറ്റാസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടുന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സെക്ഷൻ നമുക്ക് പൈപ്പ് ലൈൻസ് ആണ്. ഇവിടെയാണ് നമ്മളെ ലീഡ്സൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡിഫറെൻറ്റ് പൈപ്പ് ലൈൻസ് ഉണ്ടാവും ഒരു ബിസിനസ്സിന്. നമ്മളിപ്പോൾ ഈ കറൻറ്റ് ഇതിൽ 5 പൈപ്പ് ലൈൻസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സെയിൽസ് പൈപ്പ് ലൈൻസ് വരും, നമുക്ക് ലീഡ് പൈപ്പ് ലൈൻസ് വരും, അതേപോലെ നമുക്ക് സർവീസ് വരുന്നുണ്ടെങ്കിൽ സർവീസിലുള്ള പൈപ്പ് ലൈൻസ് വരും. ഇവിടെ നമ്മൾ കറൻറ്റ്ലി ഉള്ളത് നമ്മൾ സെയിൽ പൈപ്പ് ലൈനിലാണ്. ഇവിടെ നമ്മൾ പൈപ്പ് ലൈൻസിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടാവും. ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് ന്യൂ ലീഡ് എന്നുള്ള സ്റ്റേജാണ്. അതേപോലെ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേജ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ലീഡ്സ് വരുന്നുണ്ട്. ലാസ്റ്റ്ലി നമുക്ക് ലീഡ് ക്ലോസ് ആവുന്ന വരെയുള്ള സ്റ്റേജസ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ സ്റ്റേജസിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിഫറെൻറ്റ് ലീഡ്സ് കാണാൻ പറ്റും. ഇതേപോലെ നമുക്ക് ഡിഫറെൻറ്റ് ലീഡ്സ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വരുന്ന മൊഡ്യൂളാണ് കസ്റ്റമർ മൊഡ്യൂൾ. കസ്റ്റമർ മൊഡ്യൂൾ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് എല്ലാം നമുക്കിവിടെ കാണുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ലീഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫെച്ച് ആയിട്ട് വരുന്നതാണ്. പിന്നെ വരുന്നത് നമുക്ക് ആക്ടിവിറ്റീസാണ്. ആക്ടിവിറ്റീസിൽ നമുക്ക് നമ്മുടെ CRM നമ്മൾ ലീഡ്സുമായിട്ടുള്ള എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടാസ്ക്സും ഇവൻറ്റ്സും കോൾസ് എല്ലാം നമുക്ക് ഈ ഒരൊറ്റ കാലണ്ടറിൽ കാണാൻ പറ്റും. നമുക്ക് ഡെയിലി എന്തൊക്കെ ടാസ്ക്സ് ചെയ്യാനുണ്ട്, നെക്സ്റ്റ് ഡേ എന്തൊക്കെ ടാസ്ക്സ് ഉണ്ട് എന്നുള്ളത് ഓവറോൾ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇനി നമുക്ക് ഇൻഡിവിജ്വലി കിട്ടണമെങ്കിൽ നമുക്ക് ടാസ്ക് മാത്രമായിട്ടുള്ള വ്യൂസ് കിട്ടണമെങ്കിൽ നമുക്കത് ക്ലിക്ക് ചെയ്യാം. ടുമാറോ എന്തൊക്കെ ലീഡ്സ് നമുക്ക് ചെയ്യാനുണ്ട്, ഇന്ന് നമുക്ക് എന്തൊക്കെ ടാസ്ക്സ് ചെയ്യാനുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരൊറ്റ വ്യൂ നിന്ന് കാണാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഇവൻറ്റ്സ് ഉണ്ട്. ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മീറ്റിംഗ്സാണ് കൂടുതൽ വരിക. നമുക്ക് ഓഫ്ലൈൻ മീറ്റിംഗ്സ് ഉണ്ട്, അതേപോലെ നമുക്ക് ഓൺലൈൻ മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇതിൽ ഇവൻറ്റ് പോലെ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഡേറ്റ് കൊടുക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഓൺലൈൻ മീറ്റിംഗ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് നമുക്കതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് കോൾസാണ്. നമ്മൾ ലീഡ്സുമായിട്ടുള്ള കോൾസ് എല്ലാം നമുക്കിവിടെ ആഡ് ചെയ്തിട്ട് അത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. പിന്നെ വരുന്ന മോർ സെക്ഷനിൽ നമുക്ക് കമ്പനീസ് വരുന്നുണ്ട്. ഇത് സെയിം നമ്മൾ കോൺടാക്റ്റ് പോലെ തന്നെയാണ്. നമുക്ക് കമ്പനീസ് ആയിട്ട് കോൺടാക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കമ്പനീസ് ആഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ലീഡ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുന്നതാണ്. പിന്നെ വരുന്നത് നമുക്ക് പ്രൊഡക്ട്സ് ആണ്. പ്രൊഡക്ട്സിൽ നമ്മൾ സർവീസ് ആണെങ്കിലും പ്രൊഡക്ട്സ് ആണെങ്കിലും നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ വരുന്ന എന്താണോ നമുക്ക് പ്രൊഡക്ട്സ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ട്സിൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് നോട്ടിഫിക്കേഷൻസ് ആണ്. നോട്ടിഫിക്കേഷൻസ് നമ്മളിപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് യൂസേഴ്സ് ഉണ്ടെങ്കിൽ യൂസേഴ്സിന് നമ്മൾ ഓരോ ടാസ്ക്സ് എല്ലാം അസൈൻ ചെയ്യും. അപ്പോൾ അസൈൻ ചെയ്തിട്ടുള്ള ടാസ്ക്സ് എല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻ ത്രൂ നമുക്ക് ഇവിടെയാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ പൈപ്പ് ലൈനിൽ ഒരു പുതിയ ലീഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്ക് ഒരു ന്യൂ ലീഡ് എന്നുള്ള സ്റ്റേജിലേക്ക് പുതിയൊരു ലീഡ് ക്രിയേറ്റ് ചെയ്ത് ഡെമോ ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നമുക്കൊരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫോം അപ്പിയർ ആയിട്ട് വരും. ഇവിടെയാണ് നമുക്ക് ലീഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കൊരു പുതിയ ലീഡ് വന്നിട്ടുണ്ടെങ്കിൽ ലീഡിൻ്റെ നെയിം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ സാമ്പിളായിട്ട് നമുക്ക് ഒരു ഗ്ലോ ഫിറ്റ് എന്നുള്ളൊരു ഫിറ്റ്നസ് ബ്രാൻഡ് നെയിം ചെയ്ത് നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു അവരുടെ കസ്റ്റമറിൻ്റെ ഡാറ്റ, അതായത് ഏത് കോൺടാക്റ്റ് ആണ് വേണ്ടത് അവരുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അതായത് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു പുതിയ കോൺടാക്റ്റ് ആഡ് ചെയ്യാൻ അങ്ങനെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കറൻറ്റ്ലി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടുന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒരു സാമ്പിൾ കോൺടാക്റ്റ് ഇവിടുന്ന് ആഡ് ചെയ്തു. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഏത് പൈപ്പ് ലൈനിലേക്കാണ്, നമുക്ക് സെയിൽ പൈപ്പ് ലൈനിലേക്കാണ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഏത് സ്റ്റേജിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് പുതിയ ലീഡാണ്. അപ്പോൾ നമ്മൾ പുതിയ ന്യൂ ലീഡ് എന്നുള്ള സെക്ഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് മെയിനായിട്ട് വേണ്ടത് നമുക്ക് പ്രൊഡക്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൊഡക്ട്സ് ആഡ് ചെയ്യാം. നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ആഡ് ചെയ്യാം. ജസ്റ്റ് സേവ് ചെയ്തു. നമുക്ക് ആ ലീഡിന് സേവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലീഡ് ഇപ്പോൾ ക്രിയേറ്റ് ആയി. നമുക്ക് ന്യൂ ലീഡ് എന്നുള്ള സ്റ്റേജിലേക്ക് നമുക്ക് ലീഡ് ക്രിയേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കിനി ഫോളോ അപ്സ്, നമ്മൾ ഒരു ലീഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഫോളോ അപ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതിനായിട്ട് നമുക്ക്
ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി മോർ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഫീൽഡ്സിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇനി നോട്ട്സോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നോട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ്ലി നമുക്ക് ഇനി എന്തെങ്കിലും ഫയൽസോ അതേപോലെ എന്തെങ്കിലും ഈ ഫയൽസും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാം. കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഫയൽസും ഡീറ്റെയിൽസും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് നോട്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലയൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നോട്ട്സ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. സെയിം നമുക്ക് ടാസ്ക്സ് എന്തെങ്കിലും ഈ ലീഡിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ടാസ്ക്സ് ഉണ്ടെങ്കിൽ നമുക്കതും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇവൻറ്റ്സ് ഉണ്ട്. ഇവൻറ്റ്സ് നമുക്ക് ഇനി എന്തെങ്കിലും മീറ്റിംഗ്സോ എന്തെങ്കിലും ഓൺലൈൻ മീറ്റിംഗ്സോ വേണ്ടി നമുക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കതും ഇവിടെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ നമുക്ക് ടെക്സ്റ്റ് കോൾസ് എന്തെങ്കിലും നമുക്ക് ഇനി ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ഇനി നമുക്കത് ഇവിടെ ആഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി കോൾ എന്തെങ്കിലും നാളെ ടുമാറോ കോൾ ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കത് ഡേറ്റ് വെച്ചിട്ട് നമുക്കത് കോളിൻ്റെ ഫോളോ അപ്പ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഫയൽസ് ഓപ്ഷൻ വരുന്നുണ്ട്. എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽസോ ഇമേജസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്കത് സെയിം ടൈമിൽ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആഫ്റ്റർ ഇത് ക്വാളിഫിക്കേഷൻസ് എല്ലാം നമ്മൾ കോൺടാക്ട് ചെയ്തു, ക്ലയൻറ്റ് കുറച്ച് ഇൻട്രസ്റ്റഡ് ആണ്, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമുക്ക് ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ലീഡിനെ തന്നെ ഇവിടുന്ന് ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സ്വൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് സ്വൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ബോട്ടത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എല്ലാ സ്റ്റേജസ് നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമുക്ക് ഏത് സ്റ്റേജിലേക്കാണോ ഈ ലീഡിനെ മൂവ് ചെയ്യേണ്ടത് നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ്ലി ഇപ്പോൾ ഒരു ലീഡ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീഡ് ക്വാളിഫൈഡ് എന്നുള്ള സ്റ്റേജിലേക്ക് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ആ ലീഡ് പൈപ്പ് ലൈൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ലീഡ് ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഗ്ലോഫിറ്റ് എന്നുള്ള. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് ഈ ലീഡിനെ നമുക്ക് വോൺ സ്റ്റേജ് വരെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും.